ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് സ്വീറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയുടെ ബ്രെഡാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഞാനൊരു 1/4 ഗ്ലാസ്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ചൂടാറിയ പാലാണ് കേട്ടോ, തിളപ്പിച്ച് ചൂടാറിയ പാൽ. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാരയും കൂട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്ക് പഞ്ചസാര ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ സ്വീറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് 4 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് നമുക്കിതിൽ ഒഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് എസൻസാണ് കേട്ടോ ഒഴിക്കുന്നത്, നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, ഏലക്കാപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മുട്ടയും പാലും ഷുഗറും ഉപ്പൊക്കെ നന്നായി ഒന്ന് മിക്സ് ആവുന്നവർക്ക് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി കൊടുത്തിട്ട് എണ്ണയല്ല കേട്ടോ, നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാനിപ്പോൾ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് നമ്മൾ ഈ പാലിലും മുട്ടയിലും ഒന്ന് ഡിപ്പ് ചെയ്താൽ നന്നായി ഒന്ന് കുതിർന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പൂണ് കൊണ്ടാണ് ഈ കോരി ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോരി ഒരു സൈഡ് ഒഴിച്ചതിന് ശേഷം ആ മുട്ട ഒഴിച്ച ഭാഗം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ മുട്ടൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നന്നായി അതൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് മേലെയായിട്ട് നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രെഡ് ഉടയാതെ കിട്ടാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ മുരിയാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്ത് നമുക്ക് നോക്കാം എത്ര സോഫ്റ്റാണെന്നറിയോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റാണ്, ഹാർഡല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്